Hi children, നമ്മൾ ഇന്ന് ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്നുള്ള പാഠത്തിൻ്റെ പാരഗ്രാഫ് 7 മുതൽ 10 വരെയാണ് നോക്കുന്നത്. അപ്പം ഈ കുട്ടിയുടെ സഹോദരി മരിച്ചുപോയി. അപ്പോൾ ആ കുട്ടിയുടെ സഹോദരി മരിച്ചുപോയി കുറേ നാളിന് ശേഷമാണ് ഒരു തീവ്രമായ ഒരു ആഗ്രഹം അവൻ്റെ മനസ്സിൽ ഉണ്ടായത്. ആ ആഗ്രഹത്തിൻ്റെ ഒരു മറുപടിയായിട്ടാണ് ഈ തീവ്രമായ ഒരു തോന്നൽ ഈ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടായത്. അവൻ്റെ സഹോദരി മരിച്ചതിന് ശേഷം ഉണ്ടായ ഒരു തീവ്രമായ ഒരു ആഗ്രഹത്തിൻ്റെ മറുപടിയുടെ ഫലമായിട്ടാണ് ഈ വികാരം അവന് തോന്നിയത്. എന്താണ്? ലോകത്തിൽ അതായത് ഏറ്റവും എളിമപ്പെട്ടവനും പാവപ്പെട്ടവനുമായ ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉയർച്ച, ആ ആളിന് ഉയർച്ച നേടിക്കൊടുക്കാനും സന്തോഷം നേടിക്കൊടുക്കാനും എന്തെങ്കിലും ചെയ്യണം എന്നുള്ള തീവ്രമായ ഒരു ആഗ്രഹം ഈ കുട്ടിക്ക് ഉണ്ടായി. അപ്പം അവൻ എന്താണ്, ഈ സഹോദരിക്ക് വേണ്ടി പടം വരയ്ക്കാമെന്ന് ഏറ്റിരുന്നു. അപ്പം അതെല്ലാം അവൻ വീണ്ടും പുറത്തെടുത്തു. അപ്പം ലോകത്തിലെ ഏറ്റവും എളിമപ്പെട്ടവനും അതായത് പാവപ്പെട്ടവനുമായിട്ടുള്ള ഒരാളിന് എന്തെങ്കിലും ഉയർച്ചയും സന്തോഷവും നൽകുന്ന എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവൻ തൻ്റെ സഹോദരിക്ക് വേണ്ടി വരയ്ക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്ന ചിത്രം പുറത്തെടുക്കുകയും ആ ചിത്രം വരച്ച് തീരുന്നത് വരെ അതിൻ്റെ ചിത്രീകരണം തുടർന്നുകൊണ്ടേ ഇരുന്നു. അപ്പോൾ ആ ചിത്രം ഇവൻ നന്നായിട്ട് വരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അത് കണ്ടപ്പോൾ അതുവരെ അവൻ ചെയ്തിട്ടുള്ള എല്ലാ രചനകളിൽ നിന്നുമെല്ലാം വളരെ വ്യത്യസ്തമാണ്, വളരെ ഭംഗിയുള്ളതാണെന്ന് കണ്ടു നിന്ന പ്രേക്ഷകർ പറഞ്ഞു. എന്തായിരുന്നാലും ഇതിലേക്ക് നോക്കുന്നവർക്ക് അത് സന്തോഷം തന്നെ പകർന്നു നൽകും എന്നാണ് അവിടെ കൂടിയിരുന്ന കാണികൾ ഇവൻ്റെ ചിത്രം കണ്ടിട്ട് പറഞ്ഞത്. അപ്പം ഇവൻ പറഞ്ഞു, ആ ചിത്രം വരച്ചെങ്കിലും എനിക്ക് വളരെയധികം വേദന തോന്നി. ആ ചിത്രം വരയ്ക്കുന്ന സമയത്ത് എനിക്ക് വളരെ വേദന തോന്നി. ആ മൈതാനത്തേക്ക് തിരിച്ചു പോയപ്പോഴേക്കും സഹോദരിയുടെ കൂടെയാണ് അവൻ മുമ്പ് പോയത്. അപ്പം ഇപ്പോൾ സഹോദരി ഇല്ലാതെ മൈതാനത്തേക്ക് പോയപ്പോൾ അവന് വല്ലാത്ത സങ്കടം തോന്നി. ആ സങ്കടമാണ് ഈ ചിത്രം മുഴുവനും വരയ്ക്കാനായിട്ട് അവനെ സഹായിച്ചത്. സഹോദരി നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു ഓർമ്മയും സങ്കടവുമാണ് ചിത്രം വരയ്ക്കാനായിട്ട് അവനെ സഹായിച്ചത്. അപ്പം അവനത് ഈ ചിത്രം മനോഹരമായിരിക്കുന്നു എന്നെല്ലാവരും പറഞ്ഞെങ്കിലും അവൻ പറഞ്ഞു, അത് വരച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വേദന തോന്നി. ആ മൈതാനത്തേക്ക് തിരിച്ചു പോയപ്പോഴേക്ക് അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ സങ്കടമായി മാറുകയും ആ സങ്കടമാണ് എനിക്ക് ഒരു ശക്തി പകർന്നു തന്നത് ഈ ചിത്രം പൂർത്തീകരിക്കാനായിട്ട്. അപ്പം ഈ ഏറെ നാളായും സഹോദരി മരിച്ചിട്ട്. അപ്പം ആ സഹോദരി ഇവൻ്റെ അടുത്ത് വന്ന് ഇവൻ്റെ ഹൃദയത്തോട് ചേർന്ന് എന്തോ മന്ത്രിക്കുന്നത് പോലെ അവന് തോന്നി. മരിച്ചുപോയ സഹോദരിയുടെ ശബ്ദം ഇവൻ്റെ ഹൃദയത്തിൽ എന്തോ മന്ത്രിക്കുന്നത് പോലെ അവന് തോന്നി. എന്താണ് പറഞ്ഞത്? അത് സങ്കടമല്ല, സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ സമ്മാനത്തിൽ നിന്നാണ് എല്ലാ നന്മകളും ഉടലെടുക്കുന്നത്. അതാണ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നത് എന്നാണ് ഈ സഹോദരിയുടെ ശബ്ദം ഈ കുട്ടിയോട് മന്ത്രിക്കുന്നത് പോലെ അവന് തോന്നിയത്. സങ്കടമല്ല, സ്നേഹം. സ്നേഹത്തിൻ്റെ ആ സമ്മാനത്തിൽ നിന്നാണ് എല്ലാ നന്മകളും ഉടലെടുക്കുന്നത്. അതിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്നത്. അപ്പം എന്താണ് സന്തോഷം എങ്ങനെ കണ്ടെത്താൻ കഴിയും? സന്തോഷം ഒഴികെയുള്ള കാര്യം എല്ലാം സ്നേഹത്തിൻ്റെ ഇതിൽ നിന്നാണ് വരുന്നത്. സ്നേഹത്തിൻ്റെ നന്മയാകുന്ന
ആ സമ്മാനത്തിൽ നിന്നാണ് സന്തോഷമൊഴികെയുള്ള എല്ലാ കാര്യങ്ങളും ഉടലെടുക്കുന്നത്. അപ്പം ഈ കുട്ടി ചോദിക്കുകയാണ്, ആൺകുട്ടി, സന്തോഷം അപ്പം എങ്ങനെ കണ്ടെത്താൻ കഴിയും? അപ്പം അവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഉത്തരം പറയുന്നത് പോലെ തോന്നി. അതൊരു വിചിത്രമായ കാര്യമാണ്. സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് വിചിത്രമായൊരു കാര്യമാണ്. ഒരാൾ സന്തോഷം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അവൻ മറ്റുള്ളവർക്ക് വേണ്ടി അത് തേടണം. അത് നേടിയെടുക്കാനും അന്വേഷിച്ച് കണ്ടെത്താനും വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് എന്തോന്ന്, സന്തോഷം. അപ്പം ഇത് അവൻ്റെ ഉള്ളിൽ നിന്നും ഇങ്ങനെ ആരോ പറയുന്നതായിട്ട് തോന്നി. സ്നേഹം എന്ന് പറയുന്നത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. അത് അന്വേഷിച്ച് കണ്ടെത്താനും അതുപോലെ തന്നെ അതിനെ കണ്ടെത്താനും അന്വേഷിച്ച് പിടിക്കാനും ഒക്കെ വളരെ പ്രയാസമാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാണ് ഈ കുട്ടിയുടെ മനസ്സിൽ നിന്നും അവന് എന്തോ ഒരു അശരീരി പോലെ അവന് തോന്നിയത്. അപ്പം കുറവില്ലാത്ത സ്നേഹം ഒരാളിനെ സന്തോഷമില്ലാതെ ജീവിക്കാൻ സഹായിക്കുന്നു. കുറവില്ലാത്ത സ്നേഹം ഒരാളിനെ സന്തോഷമില്ലാതെ ജീവിക്കാൻ സഹായിക്കുന്നു. പക്ഷേ എന്താണ് അവിടെ സംഭവിക്കുന്നത്? കുറവില്ലാത്ത സ്നേഹം അത് ജോലി ചെയ്യാനും കാത്തിരിക്കാനും ഒക്കെയുള്ള ഒരു കരുത്ത് നൽകുന്നു. കുറവില്ലാത്ത സ്നേഹം സന്തോഷമില്ലാതെ ജീവിക്കാൻ ഒരാളിനെ ഒരു പരിധിവരെ സഹായിക്കുന്നു. അപ്പോൾ അത് പരിപൂർണമായ സ്നേഹം എന്ന് പറയുന്നത് വളരെ പരിശുദ്ധമാണ്. അപ്പോൾ ആ കുറവില്ലാത്ത സ്നേഹം ഉണ്ടെങ്കിൽ സന്തോഷമില്ലാതെ ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. അപ്പം ഈ കുട്ടിയുടെ മനസ്സിൽ ആരോ മന്ത്രിക്കുന്നത് പോലെ മരിച്ചുപോയ സഹോദരിയുടെ ആ ഒരു സാമീപ്യം ഈ കുട്ടി അനുഭവിക്കുന്നുണ്ട്. അപ്പം ആ പെൺകുട്ടിയുടെ ശബ്ദം ഇങ്ങനെ ഉത്തരം പറയുന്നതായിട്ടാണ് അവന് തോന്നുന്നത്. അവൻ്റെ ഉള്ളിൽ എപ്പോഴും സഹോദരിയെ കുറിച്ചുള്ള ഒരു തോന്നല് ഉണ്ട്. അപ്പം കുറവില്ലാത്ത സ്നേഹം ഒരുത്തനെ സന്തോഷമില്ലാതെ ജീവിക്കാനായിട്ട് സഹായിക്കുന്നു എന്നാണ് അവൻ്റെ ഉള്ളിൽ നിന്നും അവന് കേൾക്കാൻ പറ്റിയ ഒരു ധ്വനി. അതുപോലെ തന്നെ അത് ജോലി ചെയ്യാനും കാത്തിരിക്കാനും ഒക്കെയുള്ളൊരു ശക്തി പകർന്നു നൽകുകയും ചെയ്യും. കുറവില്ലാത്ത സ്നേഹം സന്തോഷമില്ലാതെ ജീവിക്കാൻ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി ചെയ്യാനും കാത്തിരിക്കാനും ഒക്കെ ഉള്ള ഒരു കരുത്ത് അതിൽ നിന്നും കിട്ടും. അപ്പം ഈ കുട്ടി വീണ്ടും ആകാംക്ഷയോടുകൂടി ചോദിക്കുകയാണ്, അപ്പം ഈ സ്നേഹത്തിന് സന്തോഷം കൂടി പകർന്നു നൽകാൻ കഴിഞ്ഞാലോ എന്ന് ഈ കുട്ടി ആകാംക്ഷയോടുകൂടി ചോദിക്കുകയാണ്. അപ്പോഴാണ് അതിനെയാണ് സ്വർഗം എന്ന് വിളിക്കുന്നത് എന്നാണ് പറയുന്നത്. ആ ഒരു രീതിയിൽ ഈ മരിച്ചുപോയ സഹോദരിയുടെ ആ ഒരു സാമീപ്യം ഇവൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് പോലെയാണ് അവൻ അനുഭവപ്പെട്ടത്. ആ സഹോദരിയോടുള്ള തീവ്രമായ സ്നേഹം കാരണമാണ് അവന് ചിത്രം പൂർത്തിയാക്കാനും അത് ഒരുപാട് ആരാധകർക്ക് ഇഷ്ടപ്പെടാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പം പരിശുദ്ധമായ സ്നേഹം ആണ് ഇവിടെ കാണിക്കുന്നത്, ആത്മബന്ധം. അത് പല അത്ഭുതങ്ങളും കലാപരമായിട്ടുള്ള പല അത്ഭുതങ്ങളും സൃഷ്ടിക്കാൻ കഴിയും എന്നാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്നത്. അപ്പം ഒരു സഹോദരിയും സഹോദരൻ്റെയും തീവ്രമായ സഹോദര സ്നേഹം, അതോടൊപ്പം കലയുടെ മൂല്യം, തീവ്രമായ സ്നേഹം, ആത്മബന്ധം, പിന്നെ ആത്മവിശ്വാസം, ധൈര്യം കൊടുക്കുക, എല്ലാമാണ് ഒരുവനെ
നല്ല നല്ല ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു.